പത്തിരിയുടെയും വെള്ളപ്പത്തിൻ്റെയും കൂടെയൊക്കെ നമുക്ക് കറിയായി കൂട്ടാൻ പറ്റിയ നല്ല തിക്കായിട്ടുള്ള ഒരു മുട്ടക്കുറുമയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനിയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം ഞാൻ കുക്കറിലാണ് കേട്ടോ പാചകം ചെയ്യുന്നത്. കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനിത് സാധാരണ തവിടെണ്ണയിലാണ് ഉണ്ടാക്കാറുള്ളത്, ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു ഏലക്ക, ഒരു ഗ്രാമ്പ്, ഒരു പൂവ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂപ്പിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വാട്ടുന്നത്. അപ്പോൾ ഉള്ളി വാട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വരണം. അപ്പോൾ നന്നാക്കി വാട്ടിയെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിതിൽ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, ചുവന്ന മുളക് ഇടുന്നില്ല കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മളൊരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വാടി വരുമ്പോഴേക്ക് നമുക്ക് കറിയിലേക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. തേങ്ങാപ്പാലിന് ഞാൻ തേങ്ങ രാഗി വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ പെരിഞ്ചീരകമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, പിന്നെ നേരത്തെ മൂപ്പിച്ച് വെച്ച പട്ടയും ഗ്രാമ്പും പൂവാണ്. നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൻ്റെ പാലാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് അധികം കറിയിൽ ഉപയോഗിക്കാറുള്ളത്, പക്ഷേ ഇത് നമ്മൾ അലിഞ്ഞു ചേരില്ല കറിയിൽ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ നല്ല ഫ്ലേവർ നമുക്ക് കുത്തലായി കിട്ടും കഴിക്കുമ്പോൾ. ഇതാകുമ്പോൾ അരഞ്ഞിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. പെരുംജീരകത്തിൻ്റെ പൊടി അങ്ങനെ തന്നെയാണ്, ഞാൻ പൊടിയായിട്ട് ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് അരച്ച് അത് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വഴന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളകും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഇനി നമുക്കിത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തേങ്ങ അരച്ചെടുത്ത തേങ്ങാപ്പാലാണ്. അത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇനിയുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് കട്ടിയുള്ള പാലായതുകൊണ്ട് ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുഴുങ്ങി വെച്ച മുട്ടയാണ്. അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക, എന്നാലും ഇതിലേക്ക് അതിൻ്റെ മസാലയൊക്കെ പിടിക്കും. അപ്പം നമ്മൾ 3 മുട്ടയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ലൂസായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.